മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മാർക്കോ സാഗറിന് വേണ്ടി വൈദ്യരുടെ അടുത്ത് ഒരു ജോലി ഏർപ്പാടാക്കിയിട്ടുണ്ടല്ലോ, ഡ്രൈവർ പോസ്റ്റ്. അതേസമയം സാഗറോട് വിളിച്ച് പറയാണ്, നീ എന്തായാലും ശരി അവിടം വരെ ഒന്ന് പോയിട്ട് വായോ എന്ന് പറയുകയാണ്. അതിനുശേഷം സാഗർ ഇങ്ങനെ പോവുമായിരിക്കും മാർക്കോടെ വണ്ടി എടുത്തിട്ടായിരിക്കും പോകുന്നത്. അതേസമയം തന്നെ റോഡിൽ ഇറങ്ങിയിരുന്ന് തന്നെ പോലീസുകാർ സാഗറെ വണ്ടിയിലോട്ട് കയറ്റിയാണ്, നീ ഇങ്ങോട്ട് കയറുക എന്ന് പറയണം. അത് കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ മേഘനാഥൻ കാറിൽ കൈ ഇങ്ങനെ ചാരിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മേഘനാഥൻ്റെ ഭാര്യയാണ് സാഗർ കൊണ്ടുപോയിരിക്കുന്നത്. അത് ശരിയല്ലല്ലോ, മേഘനാഥൻ ഡൈവേഴ്സ് ചെയ്തിട്ടില്ല. അപ്പോൾ മേഘനാഥനും പ്രതാപനും കൂടിയിട്ട് കേസ് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ പോലീസുകാർ സാഗറെ പോലീസ് ജീപ്പിൽ കയറ്റിയിട്ട് കൊണ്ടുപോയി ലോക്കപ്പിലിടുകയാണ് കേട്ടോ. അതേസമയം അത് മഞ്ജുവിനോട് വിളിച്ച് പറയുകയാണ്. മാർക്കോ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയതിന് ശേഷം മാർക്കോ മഞ്ജുവിനോട് വിളിച്ച് പറയുകയാണ്, ഇങ്ങനെ സാഗറെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നിങ്ങനെ പറയണം കേട്ടോ. മഞ്ജു ആകെ ഞെട്ടിപ്പോവുകയാണ്. എന്ത് ചെയ്യണമെന്ന് മഞ്ജുവിന് അറിയില്ല. പെട്ടെന്ന് തന്നെ മഞ്ജുവിന് ഓർമ്മ വരുന്നത് വീട്ടിലേക്ക് പോകാനാണ് കേട്ടോ. മഞ്ജു ഉടനെ തന്നെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് പോയതും ദുർഗ കാണുകയാണ് കേട്ടോ. ദുർഗ കണ്ടതും ചോദിക്കും, നീ എങ്ങോട്ടടി വന്നത് എന്ന് ചോദിക്കും. ഞാൻ കണ്ണേട്ടനൊന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് പറയും. നീ കണ്ണേട്ടനോ? നീ ഇനി വീട്ടിലേക്ക് കയറിപ്പോകരുത്. കാരണം ഞങ്ങൾക്ക് ഒരിക്കലും പറ്റാത്ത ഒരാളെയാണ് നീ കല്യാണം കഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് നിന്നെ പുറത്താക്കിയിരിക്കുന്നു. നീ ഞങ്ങളുടെ മനസ്സിൽ പോലും ഇല്ല. നീ മരിച്ചുപോയി. നീ പിന്നെ ആരെ കാണാനാണ് ഈ വരുന്നത് എന്ന് പറഞ്ഞിട്ട് മഞ്ജുവിനെ പിടിച്ച് ദുർഗാമ്മ മുറ്റത്തേക്ക് തള്ളിയിടുകയാണ് കേട്ടോ. അതേസമയം കരുണയും ഉണ്ണി അതേപോലെ തന്നെ പറയുന്നുണ്ട്, പിന്നെ നീ എന്തിനിങ്ങനെ വന്ന് ഇങ്ങനെ ഒരു ജീവിതം നിനക്ക് വേണ്ടിയിരുന്നില്ല. മേഘേട്ടന് എന്താ കുഴപ്പം എന്ന് കരുണ അങ്ങനെ പറയണം കേട്ടോ. അതേസമയം വീണ മഞ്ജു അവിടുന്ന് എഴുന്നേൽക്കുകയാണ്. നിങ്ങൾക്കറിയില്ലല്ലോ മേഘേട്ടൻ്റെ സ്വഭാവം എന്നിങ്ങനെ ചോദിക്കുകയാണ്. സാഗറെ പോലീസ് അറസ്റ്റ് ചെയ്തു, ഞാനത് പറയാനാണ് വന്നത് എന്നിങ്ങനെ പറയുകയാണ്. അതേസമയം കണ്ണനും മഹാലക്ഷ്മി അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. മഞ്ജു കരഞ്ഞുകൊണ്ട് നിൽക്കുകയായിരിക്കും. കണ്ണൻ മഞ്ജുവിനെ വിളിക്കും, മഞ്ജു ഇവിടെ വായോ, എന്താ നിൻ്റെ പ്രശ്നം എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. കണ്ണൻ അങ്ങനെ വിളിക്കുന്നതേ മഞ്ജുവിന് ഭയങ്കര സന്തോഷമാണ്. മഞ്ജു കരഞ്ഞുകൊണ്ട് കണ്ണനോട് കാര്യങ്ങൾ പറയുകയാണ്. സാഗറെ മേഘനാഥൻ പറഞ്ഞിട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കണ്ണേട്ട, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി. പക്ഷെ ഞാൻ മേഘൻ്റെ അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. അയാളുടെ കാര്യങ്ങളെല്ലാം മഞ്ജു ഒറ്റ ശ്വാസത്തിൽ കണ്ണനോടും മഹാലക്ഷ്മിയോടും പറയുകയാണ് കേട്ടോ. അതേസമയം കണ്ണൻ പറയുന്നുണ്ട്, മോളൊന്നും കൊണ്ടും പേടിക്കണ്ട, മോള് വീട്ടിൽ പോക്കോ, ബാക്കി കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേട്ടതും ദുർഗയ്ക്ക് ദേഷ്യം വരികയാണ്. എന്താടാ നീ ചെയ്തോ പറഞ്ഞത്? അവളെ എൻ്റെ മോളാണ്, അവളെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്നിങ്ങനെ പറയും. അത് കേൾക്കുമ്പോൾ കണ്ണൻ പറയുക, അവൾ നിങ്ങളുടെ മോളാണെങ്കിലും എൻ്റെ പെങ്ങളാണ്, അവൾക്കൊരാപത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ സഹായിക്കും, മോളെന്തായാലും വീട്ടിൽ പോയിക്കോ എന്ന് പറഞ്ഞതിന് ശേഷം മാർക്കോയോട് വിളിച്ചിട്ട് സാഗറെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കണ്ണൻ്റെ വക്കീലിനോട് പറഞ്ഞിട്ട് കണ്ണൻ അങ്ങനെ പോവുകയാണ്. അങ്ങനെ സാഗറേയും മഞ്ജുവിനെയും അവർ പകുതി മനസ്സുകൊണ്ട് അംഗീകരിക്കുകയാണ്.